അത് കോടതി കേസ് കൊടുത്തിട്ട് പിന്നെ എന്നെ പുറത്തു നിന്ന് വെല്ലുവിളിക്കുന്നതിനാ? കോടതിയിൽ കേസ് കൊടുത്ത് കോടതിയിലല്ലേ ഹാജരാക്കണത്? അത് ഉറങ്ങാൻ പറ്റാത്തത് ഇതിനൊക്കെ കൂട്ടുനിന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഉറങ്ങണത്? ഇതിനകത്ത് വളരെ സിമ്പിളാണ് കാര്യം. ഞാനല്ലല്ലോ പറഞ്ഞത്. അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം ഒരു വിൽഫുൾ പർച്ചേസറിന് വലിയ തുകയ്ക്ക് വിറ്റ് കാണും അല്ലേ? വലിയ തുകയ്ക്ക്. അത് വലിയ തുകയ്ക്ക് വിൽക്കുന്നത് കോടീശ്വരനല്ലേ മേടിക്കുള്ളൂ, സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റുമോ? അപ്പോൾ ഒരു കോടീശ്വരൻ അത് വിറ്റ്. കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്, ഡിവിഷൻ ബെഞ്ചിൻ്റെ it would have been sold to a willful purchaser for a substantial amount എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനല്ല പറഞ്ഞു, ഇറ്റ്. പിന്നെ കോടതി തന്നെ വേറെ വിധിയിൽ പറഞ്ഞിട്ടുണ്ട് ഇവർക്കെല്ലാം അറിയായിരുന്നത്, ഗവൺമെന്റിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് കോടീശ്വരനാണ് വിറ്റതെന്നാണ് ഞാൻ കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചത്. അറിയാവുന്നവരോടല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അതിലെന്താ തെറ്റ്? ഇല്ലെങ്കിൽ ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ട് പോലുമില്ല, എനിക്കൊരു ബന്ധമില്ല എന്ന് അദ്ദേഹം പറയണ്ടേ? അദ്ദേഹത്തിന് ബന്ധമുണ്ട്. അപ്പം പിന്നെ 2 കോടിക്കാണ് എനിക്ക് നോട്ടീസ് അയച്ചത്, മാനം പോയെന്ന്. 2 കോടി രൂപ കൊടുക്കണമെന്നും പറഞ്ഞു നോട്ടീസ് അയച്ചത്. അത് കോടതിയിലെത്തിയപ്പോൾ 10 ലക്ഷമായിട്ട് മാനം കുറഞ്ഞു. 2 കോടിയുടെ അറിയില്ല എനിക്ക്. പിന്നെ 2 കോടിയുടെ നോട്ടീസ് അയച്ച് 10 ലക്ഷത്തിന്റെ മാനവും ഞാൻ ആ കേസ് നടത്തിക്കൊള്ളാം. ഞാൻ അയച്ച മറുപടിയിലും ഞാൻ അവിടെ കൊടുത്ത എൻ്റെ വിശദീകരണത്തിലും വളരെ കൃത്യമായി ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അതിലെ തെളിവുകൾ ഞാൻ ഹാജരാക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്തിനാ തെളിവ് ഹാജരാക്കണേ? കോടതി പറയുമ്പോഴല്ലേ തെളിവ് ഹാജരാക്കണേ? കോടതിയിലൊരു നടപടിക്രമം വരുമല്ലോ, സിവിൽ കോർട്ടല്ലേ. ആ സിവിൽ കോർട്ടിന്റെ മുമ്പിൽ ഞാൻ പറഞ്ഞതിൽ തെറ്റില്ല എന്ന് പറ്റുന്ന തെളിവുകൾ ഹാജരാക്കാം. കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്തിട്ട് പുറത്ത് ഹാജരാക്കാൻ പറഞ്ഞ് വെല്ലുവിളിക്കുന്നതിന് അത് കോടതിയിൽ ഹാജരാക്കേണ്ടത് കോടതിയിൽ ഹാജരാക്കും.